ഹായ് വെൽക്കം ബാക്ക് ടു ഓർക്കിഡ് വിഷ്വൽ മീഡിയ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും പുറത്തു പോകുമ്പോൾ നന്നായി ഒരുങ്ങിയിട്ട് തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ബ്രാൻഡഡായ പാൻസ്, ഷർട്ട്, ഷൂസ്, വാച്ച്, അങ്ങനെ ഒരു മാസ് എൻട്രി ആയിരിക്കും ജെൻസിൻ്റെ എപ്പോഴും. അപ്പോൾ പിന്നെ ലേഡീസിൻ്റെ കാര്യം പറയണ്ടല്ലോ. ലേഡീസ് ഈ കാര്യത്തിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആണ്. ലേഡീസ് പുറത്തു പോകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ലഘുവായിട്ട് എങ്ങനെ ഒരുങ്ങാം, എങ്ങനെ മേക്കപ്പ് ചെയ്യാം, ആ വിഷയമാണ് ഇന്ന് വൈഫ് അവതരിപ്പിക്കുന്നത്. ഇതിലേക്കായി നമ്മൾ മോഡലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം പരിചിതമായ ഫിലിം ആർട്ടിസ്റ്റ് സനുജ സോമനാഥിനെയാണ്. ബാക്കി വിശേഷങ്ങൾ വൈഫ് പറയും. ഹായ്, ഞാൻ മലയാളി അല്ല. എൻ്റെ മലയാളത്തിൽ കുറച്ച് ലാംഗ്വേജ് മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് ക്ഷമിക്കണം. ഞാൻ മിക്കവാറും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. കയ്യിലുള്ള മേക്കപ്പ് തിങ്സ് വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങുക, അതിന് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ കാണാൻ പോണത്. ഇതിനായിട്ട് മോഡലായി എന്നോടൊപ്പം ഉള്ളത് സനുജ, ഫിലിം ആക്ട്രസ് സനുജയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സനുജയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സനുജ. ഞാനാണ് സനുജ. ഞങ്ങൾ എന്തിനോടെ വന്നിരിക്കുന്നത്? അത് പറഞ്ഞു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്, ബാക്കി പറ, നമ്മുടെ ചാനലിന്റെ പേരൊക്കെ പറ. ഞാനല്ലേ എപ്പോഴും പറയാ, ഇന്നൊരു സ്പെഷ്യലായിട്ട് സനു പറയൂ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ ചാനലായ ഓർക്കിഡ് വിഷൻ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാ. ചെറിയൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ലേ? അതെ അതെ. അപ്പൊ ഇന്ന് ഞാനാണ് പരീക്ഷണ വസ്തു. അയ്യോ, അപ്പൊ എന്റെ മുഖത്ത് പരീക്ഷണം തുടങ്ങാൻ പോവാണ്. എല്ലാരും കാണണേ. തുടങ്ങാം. ഇത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂസ് ആയിരിക്കും. പൊതുവെ ലേഡീസിന് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണിത്. നമുക്ക് കാണാം. എല്ലാവരുടെ അടുത്തും മേക്കപ്പ് തിങ്സ്, ഫൗണ്ടേഷൻ, ഒരു കാജൽ, ലിപ്സ്റ്റിക്, കോമ്പാക്ട് പൗഡർ, അങ്ങനത്തെ തിങ്സ് മാത്രമാണ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുക. മോസ്റ്റ്ലി എല്ലാവരുടെ അടുത്തും കയ്യിൽ ഈ വക സാധനം എന്തായാലും ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ഒരുങ്ങാന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ബ്യൂട്ടീഷ്യനാണ്. എൻ്റെ അടുത്ത് ഒരുപാട് തിങ്സ് ഉണ്ടാവും. അതൊന്നും ഇതിൽ വരുന്നില്ല, ഈ പ്രോഡക്റ്റിൽ വരുന്നില്ല. നിങ്ങളുടെ അടുത്ത് ആ സാധാരണ ഒരു സ്ത്രീൻ്റെ അവിടെ എന്തൊക്കെ ഉണ്ടാവും, സ്ത്രീൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവും മേക്കപ്പ് തിങ്സ് മാക്സിമം, അതാണ് ഞാൻ വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് നല്ല പ്രോഡക്ട്സ് എല്ലാം മിനിമം ലേഡീസിൻ്റെ കയ്യിൽ, കോളേജ് കുട്ടികളുടെ കയ്യിൽ, എല്ലാ കയ്യിലുള്ള ഒരു 4-5 തിങ്സ് മാത്രം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് പ്രോഡക്റ്റ് അലോവേറ ജെല്ല്. ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. എല്ലാവരും റഫ് യൂസ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് മെബിലിൻ ഫിറ്റ്മീൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഇത് അവൈലബിൾ ആണ്. ഇത് നിങ്ങളുടെ സ്കിൻ ടോണിൻ്റെ അനുസരിച്ചിട്ട് കളർ കിട്ടും. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞ് നിങ്ങൾ സ്കിൻ ടോണിൻ്റെ ചോദിച്ച് കളർ മേടിക്കാം. ഇത് ബ്രഷാണ്, പിങ്ക് കളറാണ്. ഇത് എല്ലാ ഷെയ്ഡും ഉണ്ടാവും. നിങ്ങളുടെ ഷോപ്പിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് പിങ്ക്. ഇത് തന്നെയാണ് നമ്മൾ ഐ ഷെയ്ഡായിട്ടും ബ്രഷായിട്ടും യൂസ് ചെയ്യാൻ പോകുന്നത്. ഐലൈനർ ആണ്. നിങ്ങൾക്ക് മെബിലിൻ്റെ തന്നെ മേടിക്കാം. ബ്ലാക്ക് ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല, നല്ല വാട്ടർ പ്രൂഫിൻ്റെ മേടിച്ചാൽ മതി. ഇത് ലിപ്സ്റ്റിക് ആണ്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബേബി പിങ്ക്. ഇത് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ലിപ് ലൈനർ ആണ്. അതും ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല, എല്ലാ ബ്രാൻഡും കിട്ടും. ഞാൻ എടുത്തിരിക്കുന്നത് പിങ്ക് ആണ്. പിന്നെ ഒരു മസ്കാര ആണ്, ഡാസ്ലറിനാണ് എടുത്തിരിക്കുന്നത്. നോർമൽ ബ്രാൻഡാണ്, എല്ലാ ഷോപ്പിലും കിട്ടും. ഇത് നോർമലി യൂസ് ചെയ്യുന്ന ഒരു പെൻസിലാണ്. നമ്മൾ ഐബ്രഷ് ഇതൊക്കെ യൂസ് ചെയ്യാനാണ്, കാജലായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇത് മെബ്ലിൻ്റെ ഗോൾഡ് ഷെയ്ഡാണ് കളറ്. ഇത് രണ്ടും കൂടിയാണ് ഇത്ര ഐറ്റം വെച്ച് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോണത്. നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ടൂൾസ് ഈ 3 മാത്രമാണ്. ഈ 3 മിക്ക ആൾക്കാരുടെ കയ്യിലുണ്ടാവും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഓക്കെ, അതുപോലെ നമുക്ക് ഇതുപോലെ വെറ്റ് ടിഷ്യൂം വേണം. ഇത്ര സാധനങ്ങൾ മതിയാവും മേക്കപ്പ് ചെയ്യാൻ. ഇത് മാത്രമല്ല മേക്കപ്പ് തിങ്സ്, ഇത് മാത്രമല്ല. നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും. നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ അഡ്വാൻസ് ഉള്ള മേക്കപ്പും കാര്യങ്ങളും ടിപ്സൊക്കെ ഞാൻ ഇനിയും നിങ്ങൾക്ക് പറയുന്നതാണ്. ഇത് ഒരു സിമ്പിൾ മേക്കപ്പിന് ഒരു ലേഡീൻ്റെ കയ്യിൽ ഇത്ര വക സാധനങ്ങൾ ഉണ്ടാവും. അത് വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യാം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഉണ്ട്. നമ്മൾ മേക്കപ്പ് ഇടുന്ന മുമ്പ് ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ മേക്കപ്പ് ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലേഡീസിൻ്റെ അടുത്ത് എല്ലാ സംഭവം ഉണ്ടാവുന്നില്ല. ഞാൻ ആലുവേർ ജെല്ലാണ് അപ്ലൈ ചെയ്യാൻ പോണത്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷനാണ്, മെബ്ലിൻ്റെ ഫിറ്റ്മി ആണ്. ഇത് നോർമലി എല്ലാവർക്കും യൂസ് ചെയ്യാം, എല്ലാവരുടെ അടുത്തും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്.
ഇപ്പോൾ സനുജ ഒരുങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ ആക്ച്വലി ഒരു ഫംഗ്ഷന് പോവാൻ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും എല്ലാ ബ്യൂട്ടി തിങ്സും എല്ലാ സംഭവം ഉണ്ടാവണം എന്നില്ല. ഒരു ബ്യൂട്ടീഷ്യൻ്റെ അടുത്തുള്ള പോലെ എല്ലാം ഉണ്ടാവില്ല. നമ്മുടെ അടുത്ത് ഉള്ള സാധനം വെച്ച് നമ്മൾ എങ്ങനെ അടിപൊളിയായി ഒരുങ്ങി ഒരു ഫംഗ്ഷന് പോവുക, ആ ഔട്ട്ലുക്ക് എങ്ങനെ കിട്ടുക, അതിനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഒരു ടിപ്പായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കുന്നത്. സംഭവമാണ് സനുജ ഇനി പറയും. പറയട്ടെ, നന്നായി പറയുമല്ലോ. അങ്ങനല്ല. ഇപ്പം നമ്മൾ കണ്ടല്ലോ, ഞങ്ങൾ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് പ്രൊഡക്റ്റ്. പ്രൈമറിന് പകരം അലോവേറ ജെല്ല്. അലോവേറ ജെല്ല് ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. അലോവേറ നല്ലൊരു പ്രൊഡക്റ്റ് അല്ല, അപ്പോൾ അതിൻ്റെ ജെല്ല് ഒരുവിധം എല്ലാവരുടെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ അലോവേറ ജെല്ലും ഒരു ഫൗണ്ടേഷനും കോമ്പാക്ട് പൗഡറും പിന്നെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്തത് റോസ് പൗഡർ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് റൂഷ് എന്ന് പറയും. റൂഷ് തന്നെയാണ് നമ്മൾ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്തതും റൂഷായിട്ട് ബ്ലഷറായിട്ട് യൂസ് ചെയ്തതൊക്കെ. നമ്മൾ കൺസീലറോ അതേമാതിരി കോണ്ടറിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം ഉള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് ഒരു സാധാരണ ഒരു കുട്ടിക്ക് കോളേജിൽ ഡെയിലി പോകുന്ന അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ഒരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഐലൈനറും ഐബ്രോ ഒന്ന് എന്താ പറയുക ഐ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐ ഷാഡോ എല്ലാം ഒക്കെ. പിന്നെ എന്താ പറയുക, നമ്മൾ ലിപ്സ്റ്റിക് ഇഷ്ടം പോലെ. ഞാൻ കുറച്ച് ഒരു പിങ്ക് അല്ലേ, നമ്മൾ പിങ്ക് ആയിട്ടത് ന്യൂഡ് ഇട്ട്, ന്യൂഡ് ഇഷ്ടമുള്ളവർക്ക് ന്യൂഡ് പ്രിഫർ ചെയ്യാം. എന്തായാലും വളരെ വിരലെണ്ണാവുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ട് ഞങ്ങളിന്ന് മേക്കപ്പ് ചെയ്തത്. അധികം ഒരുപാട് കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും വാരി വലിച്ച് ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ലുക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഏതൊരാൾക്കും ഏതൊരു പെൺകുട്ടിക്കും പെട്ടെന്ന് പുറത്തിറങ്ങാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാകാൻ പറ്റുന്ന രീതിയാണ് ഇന്ന് നമ്മുടെ ചേച്ചി ഇവിടെ കാണിച്ചു തന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്നാലും എൻ്റെ ഒരു കാര്യം ചോദിക്കുക, എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടോ? കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങളല്ലേ പറയണ്ടേ? കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ ആദ്യം, ഒരുപാട് സ്കിന്നല്ല മേക്കപ്പിന് പരീക്ഷണത്തിന് നിന്ന് കൊടുത്തിട്ടുണ്ട്. മോഡലായതുകൊണ്ടും പല മേക്ക് ഓവറും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് പെട്ടെന്നൊക്കെ പുറത്തിറങ്ങാൻ പറ്റുമ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് മേക്കപ്പ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു ലുക്ക് എനിക്കിഷ്ടമായി. ഇനി സനുജാൻ്റെ വിശേഷം നമുക്ക് അറിയണ്ടേ? ഇപ്പം എന്താ പുള്ളി ചെയ്യുന്നുണ്ട്, എന്താ ഫിലിമിൽ എന്താണെന്നൊക്കെ ചോദിക്കണ്ടേ, അതൊക്കെ അറിയണ്ടേ? വിശേഷങ്ങൾ എന്ന് വെച്ചാൽ കൊറോണ കാലത്തിന് ശേഷം വലിയൊരു എന്താ പറയുക ക്രൈസിസിന് ശേഷം എല്ലാവരും ഇങ്ങനെ ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. കൂട്ടത്തിൽ ഞാനും ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. കുഴപ്പമില്ലാതെ വർക്കുകൾ കിട്ടുന്നുണ്ട്. ആഡ്സ് ആണെങ്കിലും മോഡലിംഗ് ആണെങ്കിലും അത്യാവശ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകാൻ പറ്റുന്നുണ്ട്. കുറച്ച് നല്ല സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. കോൾഡ് കേസ്, പൃഥ്വിരാജിൻ്റെ കോൾഡ് കേസിലൊരു നല്ലൊരു വേഷം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ദ്രജിത്ത്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അനുസിത്താർ അവരഭിനയിച്ച് അനുരാധ, പിന്നെ വരാൻ പോകുന്ന പാപ്പൻ, ഇതിലൊക്കെ ഒരു ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക്കും തരക്കേടില്ലാതെ പോകുന്നുണ്ട്. കൂടാതെ വേറെ ചാനൽസിൻ്റെ റിയാലിറ്റി ഷോ ആണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഷോ ആണെങ്കിലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കാണണം, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്നും വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഇഷ്ടം കൊണ്ട് പറയുകയാണ്, ചേച്ചിയുടെ ചാനൽ ഓർക്കിഡ് വിഷൻ മീഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനലും ഞങ്ങളുടെ ഈ വീഡിയോയും ലൈക്ക് ചെയ്യണം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.